നീ എന്റെ പേഴ്സിൽ നിന്ന് പൈസ എടുത്തോ? ഞാൻ എടുത്തില്ല. നീ എടുത്തേക്ക് സത്യം പറ. ഇതിനെടുത്തേ? ഞാൻ എടുത്തില്ല. അല്ല, പൈസ ഒന്നും എടുത്തേ, സത്യം പറ. അത് ഞാൻ ഒരു മിഠായി മേടിക്കാൻ എടുത്ത്. ഒരു മിഠായിക്ക് 500 രൂപ? അതേതാ മിഠായി? ചേട്ടാ, ഇന്നലെ മേടിച്ചൊരു പുതിയ മിഠായി ഉണ്ടായി. ഇന്നലെയാ? അത് ഒരെണ്ണം തരും. ഓ, ഇന്നലെ മേടിച്ചത്. ഇന്നിപ്പോൾ അതിന് വില കൂടിയിട്ടുണ്ട്. 100 രൂപ വരും. തരാം. കുഴപ്പമില്ല. പെട്ടെന്ന് വീട്ടിലേക്ക് എന്തോ സീനുണ്ട്. അല്ല, നീ എന്തോ കിടന്ന് കാട്ടണം? എനിക്കറിയില്ല. കയ്യങ്കാലം പറിച്ചിട്ട് പാടില്ല. നീ കേൾക്കുമ്പോ ശരി. നീ എന്താടാ ഇവനെ വാലടച്ചിരിക്കണം? എന്തുപറ്റി? എടാ, നീ കാര്യം പറ. എന്താ കാര്യം? എന്താ? എടാ, അത് എൻ്റെ അനിയന് എന്തോ സീൻ കിട്ടി. എന്തുപറ്റി? അവൻ ഏതോ കിടന്ന് എന്തോ സാധനം കിട്ടി. ആകെ ഇതായി. എൻ്റെ പേഴ്സിൽ നിന്ന് പൈസ അടിച്ചത് ചെയ്തത്. എന്ത് സാധനം? ഇപ്പം ട്രക്ക് അഡിക്റ്റ് ആയിക്കണം. ഡ്രഗാ? ചെയ്യണം. അപ്പൊ എന്ത് മേടിച്ചു നീ പറയണം? ഇതോ തെണ്ടിക്കിടക്കാരൻ സാധനം. നീ അവനോട് ചോദിച്ചു? അവനെന്താ പറഞ്ഞ? അവനെന്തോ പിച്ചുമേയും പറയണ്ട്. എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടത്. നീ എന്നിട്ട് ആരോടേലും പറഞ്ഞോ നീ ഇത്? ഞാൻ പറഞ്ഞില്ല. നിന്നോട് ആദ്യമായിട്ട് പറയണേ. ഇപ്പൊ എന്താ ചെയ്യാ? എനിക്കറിയില്ല. എടാ, നീ ഇത് റെന്നിനോട് പറഞ്ഞോ? ഇല്ലടാ. നമുക്ക് അവനൊന്ന് വിളിച്ചാലോ? ചേട്ടാ, ഒരു മിനിറ്റ്. എന്തേ? മഷുണ്ടോ? മഷുണ്ട്. ഉണ്ടോ? എത്രേൻ്റെ അല്ലേ? 1000-ൻ്റെ ഉണ്ട്, 500-ൻ്റെ ഉണ്ട്. കുറഞ്ഞൊന്നുമില്ല? കുറഞ്ഞില്ല. ശരി. സാധനം അവിടെ ഉണ്ട്.
നിക്ക് നാളെ നോക്കാം ഇപ്പൊ വേണ്ട, നാളെ നോക്കാം. വണ്ടി എടുക്കും. നീ ആരോടൊന്നും പറയണ്ട കേട്ടാ, വീട്ടിലൊന്നും അറിയരുത്. നാളെ നമുക്ക് എല്ലാം ശരിയാക്കാം. നീ ടെൻഷൻ അടിക്കാണ്ട് പോയി കിടന്നുറങ്ങും. ഓക്കെ, നാളെ കാണാം കേട്ടാ. എന്നാ ഞാൻ പോട്ടെ. ശരിടാ. തീർക്കണോ? ഡാ, നിന്റെ സ്പെഷ്യൽ സാധനം കൊടുത്തടാ. ആരാടാ നീ? കാണിച്ചു തരാടാ. നീ എന്താ അനിയനെ? മാറാ. അവിടെ നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമെന്ന് അറിയാം. നിന്റെ വിളി കാണുമല്ലോ, എൻ്റെ അനിയൻ്റെ പ്രായത്തിലുള്ള പിള്ളേര് എന്നിട്ട് താനി പണി കഴിക്കാനുള്ള ചെറ്റ. എടാ, ജീവിക്കുമ്പോൾ ഒരു മനുഷ്യനായിട്ട് ജീവിക്കും, അല്ലാണ്ട് ഈ ചെറ്റത്ര കാണിച്ചിട്ടുള്ള പന്നി. നിന്നെ ഒന്നും ഞാൻ വെറുതെ വിടാൻ പോള. എൻ്റെ അനിയൻ കരഞ്ഞെൻ്റെ 100 ഇരട്ടി നിന്നെ കൊണ്ട് കരയിക്കും. കാരണം എന്താണെന്നറിയോ, അവനാണ് എനിക്കെല്ലാം. നിന്നേക്കിനെ ഏരി കണ്ട പിന്നെ കാണാൻ ബാക്കിയൊന്നും ഉണ്ടാവില്ല കേട്ടോടാ പന്നി. നീ എന്താ ഇവിടെ? ഒന്നുമില്ല. നീ വല്ല കണ്ട? ഒന്നുമില്ല. ഇതേ ചേട്ടന്മാരെ പോലെ ഡീലിങ്സാ, നീ മേടിക്കണ്ട. ആ, നിങ്ങളുണ്ടായ? നിങ്ങളാണ് അവനെ കൊണ്ടുവന്നേ? നമ്മളില്ലാതെ നീ ഒറ്റയ്ക്ക് പോയില്ലേ? അവൻ്റെ ആരോ സെറ്റാണ്. ഞാനൊരു തീരുമാനമൊക്കെ ഉണ്ട്. നമുക്ക് അവനൊന്ന് കാണണ്ടാ. വാടാ. ഏയ്, അതിനാവശ്യമില്ല. എല്ലാം നമ്മൾ തീർത്തുണ്ട്. ഇനി പോവാം അല്ലടാ? ഹലോ. ആ, ഇവൻ്റെ ഒപ്പയല്ലേ? അതെ. ആ, ഒരു പ്രശ്നം ഉണ്ടായിങ്ങളെ. എന്താണ്? നമ്മുടെ വീട്ടിൽ 2 പേരെ കടയിൽ വന്ന് പ്രസൻ്റാക്കി പോണതുണ്ടോ നിങ്ങളെ? കാര്യങ്ങൾ എങ്ങനെയൊക്കെ ആയിരുന്നു? ആ, അവർ 2 പേരും കുറച്ചു നേരം പ്രശ്നമൊക്കെ ഉണ്ടാക്കി. അവനെന്തോ സാധനം എന്തോ ഡ്രഗ്സ് എന്തോ കൊടുത്തു എന്ന് പറഞ്ഞാ. ഡ്രഗോ? വന്നിട്ട് ഇപ്പോൾ കാര്യങ്ങളൊക്കെ നേരെയാക്കി. ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ 2 പേരും അങ്ങ് വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം അങ്കിൾ പതുക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവനോടൊന്ന് ഇതാവാൻ പറ. അവൻ ചെയ്ത കാര്യമൊക്കെ നല്ല കാര്യമൊക്കെയാണ്, എന്നാലും നമ്മളൊന്ന് വിളിച്ചു പറയണമല്ലോ. പിന്നെ വിളിച്ചു പറയണേ നമ്മുടെ കടമയാണല്ലോ. ഓക്കെ എന്നാ. ആ, ശരി ശരി ശരി. ഓക്കെ. അയ്യോ സാറേ, തല്ലല് സാറേ. സാറേ തല്ലല് സാറേ. സാറ് തല്ലല് സാറേ. എടുക്കടാ, പോയി നോക്കി നിൽക്കാൻ തപ്പി എടുക്കടാ. ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു. തല്ലല് സാറേ. പിള്ളേരെ വഴി തെറ്റിക്കാൻ നടക്കരുത്. അപ്പേ നീ ഒന്നും പറയണ്ട, എല്ലാം എനിക്ക് മനസ്സിലായി. അപ്പേ ഞാൻ ഒരു ചേട്ടൻ ചെയ്യേണ്ടത് എന്താണോ അതാണ് നീയും ചെയ്തത്. നീ അവന് മാതൃകയായി, നേർവഴിക്ക് അവനെ നടത്തി.
ഒരിക്കലും നീ വിഷമിക്കരുത്. നീ ചെയ്തടാ ശരി. നീ ഒരിക്കലും വിഷമിക്കരുത്. ഇനി നിന്റെ ചേട്ടൻ എന്നും നിന്റെ കൂടെ ഉണ്ടാവും. നമുക്കെല്ലാവർക്കും ഒറ്റ ജീവിതമേ ഉള്ളൂ. അത് ആരോ എഴുതിയ ഒരു കഥ പോലെയാണ്. ചിലപ്പോഴൊക്കെ ആ കഥ മാറ്റി എഴുതപ്പെടാറുണ്ട്. മാറ്റി എഴുതുന്നവരാവട്ടെ ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നവരാവാം. എന്നാൽ എൻ്റെ കഥയിൽ അതിവനാണ്, എൻ്റെ അനിയൻ, മൈ ബ്രദർ, യെസ്, മൈ ബ്രോ.